നമസ്കാരം. ഞാൻ സോയി പി ജേക്കബ്, ന്യൂസ് ഡെസ്ക്, ബ്രില്യൻ സ്റ്റഡി സെൻറ്റർ, പാല. ഇന്ന് 2024 സെപ്റ്റംബർ 3 ചൊവ്വാഴ്ച. ഇന്നത്തെ പ്രധാന പത്രങ്ങളെല്ലാം പരിശോധിച്ച് അവയിലെ വിദ്യാഭ്യാസ വാർത്തകൾ ശേഖരിച്ച് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ്, വേഗത്തിലും ചുരുക്കത്തിലും. ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ: MBBS മലയാളത്തിലും പഠിക്കാം. ഇന്ന് മലയാള മനോരമയുടെ വിദ്യാഭ്യാസം പേജാണ് നിങ്ങളുമായിട്ട് പരിചയപ്പെടുത്തുന്നത്. ഇന്നലെ സൂചിപ്പിച്ച MBBS ഇനി മുതൽ മലയാളത്തിലും പഠിക്കാം എന്ന ഇന്നലെ സൂചിപ്പിച്ച വാർത്ത ഇന്ന് മലയാള മനോരമ വളരെ പ്രാധാന്യത്തോടു കൂടി തന്നെ റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. ഹെഡിങ് ഇതാണ്: MBBS ഇനി മുതൽ മലയാളത്തിലും പഠിപ്പിക്കാം. പ്രാദേശിക ഭാഷയിലുള്ള MBBS പഠനം മൂലം വിദ്യാർത്ഥികളുടെ പഠന മികവ് വർദ്ധിക്കും എന്ന തിരിച്ചറിവിലാണ് NMC പുതിയ തീരുമാനം എടുത്തിരിക്കുന്നത്. ഇംഗ്ലീഷിനൊപ്പം മലയാളം ഉൾപ്പെടെയുള്ള പ്രാദേശിക ഭാഷകളിലും ഇനി മുതൽ MBBS പഠിപ്പിക്കാം. ദേശീയ മെഡിക്കൽ കമ്മീഷനാണ് പുതിയ അധ്യയന വർഷം മുതൽ ഇതിനുള്ള അനുമതി നൽകിയിരിക്കുന്നത്. അധ്യാപനം, പഠനം, മൂല്യനിർണ്ണയം എന്നിവ പ്രാദേശിക ഭാഷകളിലും ചെയ്യാമെന്നാണ് നിർദ്ദേശം. മലയാളം, ഹിന്ദി, അസമീസ്, ബംഗ്ല, ഗുജറാത്തി, കന്നഡ, മറാഠി, ഒഡിയ, പഞ്ചാബി, തമിഴ്, തെലുങ്ക് എന്നീ ഭാഷകളിലാണ് ഇതിനുള്ള അനുമതി നൽകിയിരിക്കുന്നത്. ഹിന്ദിയിലുള്ള MBBS കോഴ്സ് മധ്യപ്രദേശ്, UP സംസ്ഥാനങ്ങളിൽ കഴിഞ്ഞ വർഷം മുതൽ അവതരിപ്പിച്ചിരുന്നു. ഇനി മികവ് കൂട്ടാൻ അറ്റ്കോം എന്ന പുതിയ പദ്ധതി പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തുകയാണ് MBBSനൊപ്പം. ഡോക്ടർമാരുടെ പ്രവർത്തന മികവ് മെച്ചപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി അറ്റ്കോം ആറ്റിറ്റ്യൂഡ്, എത്തിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എന്ന പ്രോഗ്രാം പുതിയ കോഴ്സിനോടൊപ്പം ഈ വർഷം മുതൽ MBBS പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്താനും തീരുമാനിച്ചു. രോഗീ പരിചരണവുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങൾ, ആതുര സേവന ഗവേഷണവുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ, രോഗികൾ, അവരുടെ കുടുംബങ്ങൾ, ആതുര സേവന മേഖലയിലെ സഹപ്രവർത്തകർ എന്നിവരുമായി മികച്ച ആശയവിനിമയം, പരമ്പരാഗത ചികിത്സാ രീതികളുടെ നേട്ടവും ദോഷങ്ങളും, ഔദ്യോഗിക ജീവിതത്തിലെ വിവിധ സന്ദർഭങ്ങളോട് എങ്ങനെ പ്രതികരിക്കണം തുടങ്ങിയ വിവിധ വിഷയങ്ങളെപ്പറ്റി ഈ വർഷം മുതൽ MBBS പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന അറ്റ്കോം എന്ന പുതിയ സംരംഭം. ഇനി മറ്റൊരു വാർത്ത പറയുന്നു: ഗവൺമെൻറ് ഡോക്ടർമാരുടെ സ്വകാര്യ പ്രാക്ടീസിന് കൂടുതൽ നിയന്ത്രണങ്ങളും നിയമങ്ങളും വരുത്തിയിരിക്കുന്ന പുതിയൊരു വാർത്ത. പ്രൈവറ്റ് പ്രാക്ടീസ് ഒന്നിലേറെ വേണ്ട. പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ മുതൽ ജനറൽ ജില്ലാ ആശുപത്രികളിൽ വരെ ജോലി ചെയ്യുന്ന ഗവൺമെൻറ് ഡോക്ടർമാരുടെ സ്വകാര്യ പ്രാക്ടീസിന് കൂടുതൽ നിയമങ്ങളും നിയന്ത്രണങ്ങളും പരിഷ്കാരങ്ങളും ഏർപ്പെടുത്തി. ജോലി ചെയ്യുന്ന ആശുപത്രിയുടെ 1 കിലോമീറ്ററിനുള്ളിൽ സ്വകാര്യ പ്രാക്ടീസ് പാടില്ല. എന്നാൽ ഡോക്ടറുടെ സ്വന്തം വസതിയോ ക്വാർട്ടേഴ്സോ ഈ പരിധിക്കുള്ളിലാണെങ്കിൽ അവിടെ പ്രാക്ടീസിന് തടസ്സമില്ല. ഒന്നിലേറെ സ്ഥലത്ത് പ്രാക്ടീസിന് വിലക്കുമുണ്ട്. ഇതോടെ ഇന്നത്തെ വിദ്യാഭ്യാസ വാർത്തകൾ പൂർണ്ണമാവുകയാണ്. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.